യോ ജി കെ ബരി ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫൈനാൻഷ്യൽ ഇയർ 2020-21 അഥവാ അസസ്മെന്റ് ഇയർ 2021-22 ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിങ്ങിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ആദ്യമായി ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുന്നേ വേണ്ട പ്രിപ്പറേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫയലിംഗ് ചെയ്യാൻ വേണ്ടുന്ന ഡോക്യുമെന്റ്സ് ആണ് ചുവടെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളൊരു സാലറീഡ് എംപ്ലോയി അല്ലെങ്കിൽ പെൻഷനർ ആണെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച സാലറി അല്ലെങ്കിൽ പെൻഷൻ, അതിൽ നിന്ന് പിടിച്ച TDS തുടങ്ങിയ കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഫോമാണ് ഫോം 16. അത് നിങ്ങളുടെ എംപ്ലോയർ നിങ്ങൾക്ക് തരേണ്ടതാണ്. നിങ്ങൾക്ക് ബാങ്ക് ഡിപ്പോസിറ്റ് ഇൻട്രസ്റ്റ് പോലത്തെ വരുമാനം ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഇൻകത്തിന്റെ ഡീറ്റെയിൽസും അതിൽ നിന്ന് പിടിച്ച TDSന്റെ ഡീറ്റെയിൽസും ഉള്ള ഡോക്യുമെന്റാണ് ഫോം 16A. ഇതുപോലത്തെ ഇൻകത്തിൽ നിന്നും TDS പിടിക്കാൻ ചുമതലപ്പെട്ട അതോറിറ്റി നിങ്ങൾക്ക് ഫോം 16A തരേണ്ടതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഫോം 26AS ആണ്. മേൽപ്പറഞ്ഞ അതോറിറ്റീസ് TDS പിടിച്ചിട്ടുള്ളത് നിങ്ങളുടെ പാൻ നമ്പറിന് അഗൻസ്റ്റ് ക്രെഡിറ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്തമുണ്ട്. അങ്ങനെ ക്രെഡിറ്റ് ചെയ്തിട്ടുള്ള TDSന്റെ ഡീറ്റെയിൽസ് ആണ് ഫോം 26ASൽ ഉണ്ടാവുക. അത് ട്രേസസിൽ നിന്ന് അല്ലെങ്കിൽ ബാങ്കുകളുടെ ഇന്റർനെറ്റ് ബാങ്കിംഗ് ഫെസിലിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അത് സംബന്ധിച്ചൊരു വീഡിയോ ഞങ്ങളുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അത് നോക്കാം. റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഉറപ്പ് വരുത്തേണ്ട ഒരു കാര്യം ഇതാണ്. ഫോം 16ൽ കാണിച്ചിരിക്കുന്ന TDSും ഫോം 16Aയിൽ കാണിച്ചിരിക്കുന്ന TDSും കൂടി കൂട്ടിയാൽ ഫോം 26ASൽ നമ്മുടെ പാൻ നമ്പറിന് അഗൻസ്റ്റുള്ള ടോട്ടൽ TDS ക്രെഡിറ്റുമായിട്ട് ഈക്വൽ ആയിരിക്കണം. ഇതിൽ എന്തെങ്കിലും ഡിസ്പാരിറ്റി ഉണ്ടെങ്കിൽ ഈ TDS ഡിഡക്ട് ചെയ്ത് നിങ്ങളുടെ പാൻ നമ്പറിന് അഗൻസ്റ്റ് ക്രെഡിറ്റ് ചെയ്യാൻ ചുമതലപ്പെട്ട അധികാരികളുമായി ബന്ധപ്പെടുക. ഫോം 26ASലെ TDS ക്രെഡിറ്റ് ശരിയാണെന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് പ്രോസസ്സ് തുടങ്ങാം. ഇൻകം ടാക്സ് കാൽക്കുലേഷനെ പറ്റിയിട്ട് ഒരു വീഡിയോ ഞങ്ങളുടെ ചാനലിൽ ഉണ്ടായിരുന്നു. ആ വീഡിയോ കണ്ട് നിങ്ങൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ടാക്സ് അടക്കാനുണ്ടെങ്കിൽ ടാക്സ് ഓൺലൈൻ എങ്ങനെ അടക്കാമെന്ന് നോക്കാം. ഓൺലൈൻ ടാക്സ് അടക്കാൻ വേണ്ടിയിട്ടുള്ള വെബ്സൈറ്റിന്റെ അഡ്രസ്സാണ് ഈ കാണുന്നത്. നിങ്ങൾ ഗൂഗിളിൽ ഇൻകം ടാക്സ് പേയ്മെന്റ് ഓൺലൈൻ എന്ന് സെർച്ച് ചെയ്താൽ ആ ലിങ്ക് ഉപയോഗിച്ചിട്ട് ഈ ലിങ്കിലേക്ക് എത്താം. ഈ ലിങ്കിൽ എത്തിക്കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് കാണാം. ഇതിൽ ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള നിലക്ക് നമുക്ക് വേണ്ടുന്ന ഓപ്ഷൻ നോൺ TDS/TCS ചലാൻ നമ്പർ ITNS 280 ആണ്. ഈ ചലാൻ നമ്പർ ഓർക്കുന്നതാവും എളുപ്പം. പേയ്മെന്റ് ഓഫ് അഡ്വാൻസ് ടാക്സ്, സെൽഫ് അസസ്മെന്റ് ടാക്സ്, ടാക്സ് ഓൺ റെഗുലർ അസസ്മെന്റ്, സർ ടാക്സ് എക്സെട്ര. ഈ പ്രൊസീഡിന്റെ മേലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ക്രീൻ കാണാൻ സാധിക്കും. ഈ സ്ക്രീനിൽ ആദ്യമായി നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് 0021 ഇൻകം ടാക്സ് അതർ ദാൻ കമ്പനീസ് എന്നുള്ള ഓപ്ഷനാണ്. സോ ഈ റേഡിയോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പിന്നെ ടൈപ്പ് ഓഫ് പേയ്മെന്റ്, ഇപ്പൊ ഫൈനാൻഷ്യൽ ഇയർ കഴിഞ്ഞ കാരണം നമ്മൾ ടാക്സ് ഓൺ റെഗുലർ അസസ്മെന്റ് ഈ ഓപ്ഷന്റെ മേലെ ക്ലിക്ക് ചെയ്യുക. ഇതിന്റെ ചുവടെ വരുന്ന ഓപ്ഷൻസ് ഒക്കെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. അത് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാനുള്ളതേ ഉള്ളൂ. പിന്നെ പേയ്മെന്റ് ആക്കുക ഇന്റർനെറ്റ് ബാങ്കിംഗ് വഴി അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചായിരിക്കും. നിങ്ങളുടെ ഇന്റർനെറ്റ് ബാങ്കിംഗ് ഏത് ബാങ്കിന്റെ ആണോ ആ ബാങ്ക് ഡ്രോപ്പ് ഡൗണിൽ നിന്ന് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഡെബിറ്റ് കാർഡ് ഡീറ്റെയിൽസ് കൊടുക്കാം. പിന്നെ സാധാരണ ഏത് ഓൺലൈൻ പേയ്മെന്റ് നടത്തുന്ന പോലെ പേയ്മെന്റ് നടത്താം. അതിന്റെ ഫർദർ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. ഇനിയിപ്പോൾ നമ്മുടെ ഫയലിംഗ് പ്രോസസ്സിലേക്ക് കടക്കാം. നിങ്ങളുടെ ബ്രൗസറിന്റെ അഡ്രസ് ബാറിൽ incometaxindia.gov.in എന്ന് ടൈപ്പ് ചെയ്ത ശേഷം എന്റർ പ്രസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ലാൻഡിംഗ് പേജ് കാണാൻ സാധിക്കും. ഈ ലാൻഡിംഗ് പേജ് സ്ക്രോൾ ഡൗൺ ചെയ്താൽ ഇമ്പോർട്ടന്റ് ലിങ്ക്സിന്റെ ചുവടെ ഫയൽ റിട്ടേൺ എന്നുള്ള ഓപ്ഷൻ കാണാം. അതിന്റെ മേലെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു പോപ്പപ്പ് വിൻഡോ ഉണ്ടാവും. അതിൽ യെസ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ പേജ് കാണാൻ സാധിക്കും. അതിന്റെ ടോപ്പ് റൈറ്റ് കോർണറിൽ ലോഗിൻ ഓപ്ഷൻ ഉണ്ട്. അതിന്റെ മേലെ ക്ലിക്ക് ചെയ്യാം. ഇത് നിങ്ങളുടെ ലോഗിൻ പേജ് ആണ്. അതിൽ ആദ്യം എൻറ്റർ ചെയ്യേണ്ടത് എൻറ്റർ യുവർ യൂസർ ID. യൂസർ ID നിങ്ങളുടെ പാൻ നമ്പറോ ആധാർ നമ്പറോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും യൂസർ IDയോ ആകാം. സാധാരണഗതിയിൽ നമ്മൾ എൻറ്റർ ചെയ്യുന്നത് നമ്മുടെ പാൻ നമ്പർ തന്നെയാണ്. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സ്ക്രീനിൽ പുതിയൊരു പേജ് കാണാം. ഈ സ്ക്രീനിൽ പ്ലീസ് കൺഫേം യുവർ ആക്സസ് മെസ്സേജ് എന്നുള്ള മാൻഡേറ്ററി ഫീൽഡ് കാണാം. ആ ലെഫ്റ്റ് ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ രജിസ്റ്റർ ചെയ്ത സമയത്ത് കൊടുത്ത പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്യുക. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അടുത്ത പേജിൽ നമുക്കൊരു വെൽക്കം മെസ്സേജ് കാണാം.
You can avail the following services: file return, file forms, e-verify return, other services. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ 3 കാര്യങ്ങളാണ്: ഫയൽ റിട്ടേൺ, ഫയൽ ഫോംസ് ആൻഡ് ഇ-വെരിഫൈ റിട്ടേൺ. ഈ പേജ് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ നമുക്ക് 2 ഓപ്ഷൻസ് കാണാം: സ്കിപ്പ് ആൻഡ് അപ്ഡേറ്റ് പ്രൊഫൈൽ. നമ്മളുടെ പ്രൊഫൈലിൽ ടെലിഫോൺ നമ്പറോ അഡ്രസ്സോ ഇമെയിൽ അഡ്രസ്സോ എന്തെങ്കിലും മാറിയിട്ടുണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഓപ്ഷനാണ് അപ്ഡേറ്റ് പ്രൊഫൈൽ. മാറ്റങ്ങൾ എന്തെങ്കിലും വരുത്താനുണ്ടെങ്കിൽ അപ്ഡേറ്റ് പ്രൊഫൈൽ ക്ലിക്ക് ചെയ്തിട്ട് മാറ്റങ്ങൾ വരുത്തിയ ശേഷം സേവ് ചെയ്യുക. അല്ല, അപ്ഡേഷൻ ആവശ്യമില്ലെങ്കിൽ ഇടതുഭാഗത്ത് കാണുന്ന സ്കിപ്പ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ കാണുന്ന പേജിൽ നമ്മളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൂടാതെ പേജിന്റെ മധ്യഭാഗത്ത് ഫയൽ യുവർ റിട്ടേൺ ഫോർ ദ ഇയർ എൻഡഡ് 31st March 2021 for the assessment year 1st April 2021 to 31st March 2022. File now ബട്ടൺ കാണാം. നമ്മൾ ചെയ്യേണ്ടത് ഫയൽ നൗവിന്റെ മേലെ ക്ലിക്ക് ചെയ്യാണ്. ഈ സ്ക്രീനിൽ ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നിന്ന് നമ്മുടെ അസസ്മെന്റ് ഇയർ സെലക്ട് ചെയ്യണം. 2021-22 ആണ് കറന്റ് അസസ്മെന്റ് ഇയർ. അതിന്റെ മേലെ ക്ലിക്ക് ചെയ്യുക. ബാക്കി ഓപ്ഷൻസ് ഒക്കെ ഗ്രേഡ് ഔട്ട് ആണ്, അതിലൊന്നും എൻറ്റർ ചെയ്യേണ്ട കാര്യമില്ല. ചുവടെ കണ്ടിന്യൂ ബട്ടൺ ഉണ്ട്, അതിന് മേലെ ക്ലിക്ക് ചെയ്യുക. സിലക്ട് മോഡ് ഓഫ് ഫയലിംഗ്. നമ്മൾ ഈ ഫയലിംഗ് ചെയ്യുമ്പോൾ ഓൺലൈൻ ഓപ്ഷനാണ് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഓൺലൈൻ്റെ മേലെ ക്ലിക്ക് ചെയ്യാം. പ്രൊസീഡ് ക്ലിക്ക് ചെയ്യാം. ഈ പേജിൽ ചുവടെയായി കാണാം ടു ഫയൽ എ ഫ്രഷ് ഇൻകം ടാക്സ് റിട്ടേൺ. ഈ കൊല്ലത്തെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനായി സ്റ്റാർട്ട് ന്യൂ ഫയലിംഗ് ബട്ടന്റെ മേലെ ക്ലിക്ക് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മളുടെ സ്റ്റേറ്റസ് ചൂസ് ചെയ്യണം. ഇൻഡിവിജ്വൽ ആണോ, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ആണോ, അതേഴ്സ് ആണോ. നമ്മൾ വ്യക്തി എന്നുള്ള നിലക്ക് ഫയൽ ചെയ്യുമ്പോൾ ഇൻഡിവിജ്വൽ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. ഇനി ഏത് ITR ഫോമാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നോക്കണം. ആസ് എൻ ഇൻഡിവിജ്വൽ നമ്മുടെ വരുമാനം സാലറി അല്ലെങ്കിൽ പെൻഷൻ, അതുകൂടാതെ ബാങ്ക് ഡെപ്പോസിറ്റ് എന്നുള്ള ഇൻട്രസ്റ്റ്, ഷെയർ ഡിവിഡൻസ്, മ്യൂച്വൽ ഫണ്ട് ഇൻകം, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യേണ്ട ഫോം ITR 1 ആണ്. അഥവാ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോം ഏതാണെന്ന് സംശയമുണ്ടെങ്കിൽ ഈ പ്രൊസീഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ അതിന്റെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. അത് വായിച്ചു നോക്കി നിങ്ങൾക്ക് ആവശ്യമുള്ള ഫോം സെലക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പെൻഷനറുടെ ഇൻകം ടാക്സ് റിട്ടേണിന്റെ ഈ ഫയലിംഗ് ആണ്. സെലക്ട് ITR ഫോം ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്യുക. അതിൽ ഫോം ITR 1 സെലക്ട് ചെയ്യാം. ചുവടെ പ്രൊസീഡ് വിത്ത് ITR എന്നുള്ള ഓപ്ഷൻ കാണാം, അതിന്റെ മേലെ ക്ലിക്ക് ചെയ്യുക. ഈ പേജിൽ ITR 1 സെലക്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഏതൊക്കെ കേസിലാണ് എന്നുള്ള ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ഫോർ ഇൻഡിവിജ്വൽസ് ബീയിങ് എ റെസിഡന്റ് അതർ ദാൻ നോട്ട് ഓർഡിനറിലി റെസിഡന്റ്, ഹാവിംഗ് ടോട്ടൽ ഇൻകം അപ് ടു 50 lakhs, ഹാവിംഗ് ഇൻകം ഫ്രം സാലറീസ്, 1 house property, other sources, interest, etc., and agricultural income up to 5,000 rupees. Not for an individual who is either director in a company or has invested in unlisted equity shares, or in cases where TDS has been deducted under section 194N, or if income tax is deferred on ESOP. ഈ റിട്ടേൺ ഫയൽ ചെയ്യാൻ വേണ്ടി 3 സ്റ്റെപ്സ് ആണുള്ളത്. വാലിഡേറ്റ് യുവർ റിട്ടേൺസ് ബ്രേക്കപ്പ്, പ്രീഫിൽഡ്, കൺഫേം യുവർ റിട്ടേൺ സമ്മറി, വെരിഫൈ ആൻഡ് സബ്മിറ്റ് യുവർ റിട്ടേൺ. അപ്പോൾ നമുക്ക് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡിന്റെ മേലെ ക്ലിക്ക് ചെയ്യാം. പ്ലീസ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ടു പ്രൊസീഡ് ഫർദർ. ഈ പറയുന്ന ചോദ്യങ്ങളുടെ ഉത്തരം കൊടുക്കണം. ആർ യു ഫയലിംഗ് ദ ഇൻകം ടാക്സ് റിട്ടേൺ ഫോർ എനി ഓഫ് ദ ഫോളോയിങ് റീസൺസ്? ഈ പറയുന്ന ഏതെങ്കിലും കാരണത്തിനാണോ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത്? ടാക്സബിൾ ഇൻകം ഇസ് മോർ ദാൻ ബേസിക് എക്സംഷൻ ലിമിറ്റ്. ബേസിക് എക്സംഷൻ ലിമിറ്റ് ഒരു സീനിയർ സിറ്റിസന് 3 ലക്ഷവും അല്ലാത്ത ഇൻഡിവിജ്വലിന് 2 ലക്ഷവുമാണ്. അതിന്റെ മേലെ നിങ്ങളുടെ വരുമാനം ഉള്ളത് കാരണമാണോ നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ ഫയലിംഗ് ഓഫ് റിട്ടേൺ ഡ്യൂ ടു fulfilling any or more below mentioned conditions as per 7th proviso to section 139(1). ഈ പറയുന്ന ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ നിങ്ങൾ ഫയൽ ചെയ്യുന്നത്? സാധാരണഗതിയിൽ നമ്മൾ ആദ്യത്തെ ഓപ്ഷൻ തന്നെയാവും ചൂസ് ചെയ്യുക. സോ നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ ചൂസ് ചെയ്യാം. ചുവടെ വന്നിട്ട് കണ്ടിന്യൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഒരു പോപ്പപ്പ് വിൻഡോ വരുന്നുണ്ട്. വി ഹാവ് pre-filled your return based on information available with the income tax department. Please confirm that the details in each section are correct to proceed. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിൽ നമ്മളുടെ വരുമാനവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ഡീറ്റെയിൽസ് അവൈലബിൾ ആണോ അതൊക്കെ ഈ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. ആ ഡീറ്റെയിൽസ് ശരിയാണോ എന്ന് നോക്കിയിട്ട്
കൺഫേം ചെയ്ത് പ്രൊസീഡ് ചെയ്യാം. നമ്മൾ ഈ ഓക്കെ ബട്ടന്റെ മേലെ ക്ലിക്ക് ചെയ്യാം. ഈ സ്ക്രീനിൽ ലെറ്റ്സ് വാലിഡേറ്റ് യുവർ പ്രീ-ഫിൽഡ് റിട്ടേൺ. വി ഹാവ് പ്രീ-ഫിൽഡ് യുവർ റിട്ടേൺ ബേസ്ഡ് ഓൺ information available with the Income Tax Department. Please confirm that the details in each section are correct to proceed. അപ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് നമ്മളെ പറ്റിയിട്ടുള്ള പേഴ്സണൽ ഇൻഫർമേഷൻ ആണ്. ഇൻക്ലൂഡ്സ് യുവർ ആധാർ, പാൻ, കോൺടാക്ട് ആൻഡ് ബാങ്ക് ഡീറ്റെയിൽസ്. ഇവിടെ നിങ്ങളുടെ പാൻ നമ്പർ കാണാൻ പറ്റും. അത് പേഴ്സണൽ സെൻസിറ്റീവ് ഡേറ്റ ആയ കാരണം ഞാൻ ബ്ലർ ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഈ പേഴ്സണൽ ഇൻഫർമേഷന് മേലെ ക്ലിക്ക് ചെയ്യാം. ഈ സ്ക്രീനിൽ നമ്മൾ കാണുന്നത് വെരിഫൈ യുവർ പേഴ്സണൽ ഇൻഫർമേഷൻ ആണ്. പ്ലീസ് വെരിഫൈ യുവർ പേഴ്സണൽ ഇൻഫർമേഷൻ, കോൺടാക്ട് ഡീറ്റെയിൽസ്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ടു പ്രൊസീഡ് ഫർദർ. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം, പാൻ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, ആധാർ നമ്പർ, അതുകൂടാതെ നമ്മുടെ അഡ്രസ് ഇവിടെ കാണാം, മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ് ഇതൊക്കെ കാണാം. പിന്നെ നേച്ചർ ഓഫ് എംപ്ലോയ്മെന്റ് ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ടാവും. സാധാരണ ഡ്യൂ ഡേറ്റിന്റെ മുന്നേ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ സെക്ഷൻ 139(1) റിട്ടേൺ ഫയൽഡ് ഓൺ ഓർ ബിഫോർ ഡ്യൂ ഡേറ്റ് അത് ഓൾറെഡി സിലക്റ്റഡ് ആണ്. ആർ യു ഓപ്റ്റിംഗ് ഫോർ ന്യൂ ടാക്സ് റെജീം അണ്ടർ സെക്ഷൻ 115(b)(a)(c). ഞങ്ങളുടെ ചാനലിലെ ഇതിനു മുന്നത്തെ വീഡിയോ ന്യൂ ടാക്സ് റെജീം അണ്ടർ സെക്ഷൻ 115(b)(a)(c)നെ പറ്റിയിട്ടുള്ളതായിരുന്നു. പഴയ ടാക്സ് റെജീം പ്രകാരവും പുതിയ ടാക്സ് റെജീം പ്രകാരവും ടാക്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഏതാണോ നിങ്ങൾക്ക് അഡ്വാൻറ്റേജസ് അതനുസരിച്ചിട്ട് വേണം റിട്ടേൺ ഫയൽ ചെയ്യാൻ. പുതിയ ടാക്സ് റെജീം ഗുണം ചെയ്യുമെന്ന് കണ്ടാൽ ഇതിൽ യെസ് ഓപ്ഷൻ ചൂസ് ചെയ്യുക. അല്ല, പഴയ ടാക്സ് റെജീമാണ് നമുക്ക് നല്ലത് എന്ന് കണ്ടാൽ നോ ഓപ്ഷൻ ചൂസ് ചെയ്യുക. ഇത് ഓരോ വ്യക്തിന്റെയും സംബന്ധിച്ച് വേറെ വേറെ ആയിരിക്കും. ഈ പറയുന്ന കേസിൽ പുതിയ ടാക്സ് റെജീമാണ് അഡ്വാൻറ്റേജസ്. ഇപ്പോൾ ഞാൻ യെസ് ചൂസ് ചെയ്യുന്നുണ്ട്. തുടർന്ന് വരുന്ന പോപ്പപ്പ് വിൻഡോയിൽ since you are opting for new tax regime under 115(b)(a)(c), you will not be eligible to set off house property laws and claim the following deduction or allowances. പുതിയ ടാക്സ് റെജീം ഓപ്റ്റ് ചെയ്ത കാരണം ഹൗസ് പ്രോപ്പർട്ടി ലോസോ അല്ലെങ്കിൽ ചുവടെ പറയുന്ന അലവൻസസോ ഡിഡക്ഷൻസോ ഒന്നും ക്ലെയിം ചെയ്യാൻ സാധ്യമല്ല. ഡു യു വോണ്ട് ടു പ്രൊസീഡ്? നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പിന്നെ ഈ പേജിന്റെ ചുവടെ ഉള്ളത് നിങ്ങളുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് ആണ്. ഇതിനു മുന്നേയുള്ള റിട്ടേൺസിൽ ഈ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്സ് റീഫണ്ടിനായി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ വാലിഡേറ്റഡ് എന്ന് കാണാം. ഇതിനു മുന്നേയുള്ള റിട്ടേൺസിലൊന്നും റീഫണ്ടിന് വേണ്ടിയിട്ട് ഈ അക്കൗണ്ട് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നോട്ട് പ്രീ വാലിഡേറ്റഡ് എന്ന് കാണാം. ഈ കേസിൽ പ്രീ വാലിഡേറ്റ് ചെയ്യാത്തൊരു അക്കൗണ്ടാണ് അവർ ഓട്ടോമാറ്റിക്കലി സിലക്റ്റഡ് ഫോർ റീഫണ്ട് കാണിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ടോഗിള് അടുത്തേക്ക് വലിക്കുക. എനിക്ക് ഈ അക്കൗണ്ട് വേണ്ട റീഫണ്ടിന്. വാലിഡേറ്റ് ചെയ്ത ഏതെങ്കിലും ഒരു അക്കൗണ്ട് റീഫണ്ടിന് വേണ്ടി ചൂസ് ചെയ്യാം. ഈ ടോഗിള് വലത്തേക്ക് വലിച്ചു കഴിഞ്ഞാൽ സിലക്റ്റഡ് ഫോർ റീഫണ്ട്, ഈ അക്കൗണ്ട് ഞാൻ റീഫണ്ടിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതൊന്നും അല്ലാതെ വേറെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ കറന്റ് അക്കൗണ്ട് ആഡ് ചെയ്യാനും സാധിക്കും. ഈ ആഡ് അനദർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. ഇനി കൺഫേം ക്ലിക്ക് ചെയ്യാം. ഈ പേജിൽ നിങ്ങൾക്ക് കാണാം പേഴ്സണൽ ഇൻഫർമേഷൻ കൺഫേംഡ്. അപ്പോൾ ഈ സ്റ്റേജ് കഴിഞ്ഞു. ഓരോ സ്റ്റേജ് കഴിയുമ്പോൾ മാത്രമേ അടുത്ത സ്റ്റേജ് ആക്ടിവേറ്റ് ആവുള്ളൂ. ഇനി രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് പോവാം. ഗ്രോസ് ടോട്ടൽ ഇൻകം ഇതിന്റെ മേലെ ക്ലിക്ക് ചെയ്യുക. ഈ പേജിൽ ആൻസേഴ്സ് ടു ദീസ് ക്വസ്റ്റ്യൻസ് വിൽ ഹെൽപ്പ് us in capturing your income details. Salary exemption. Please provide the following information. Are you eligible to claim exemption in respect of expenditure? നമ്മൾ 115(b)(a)(c) പ്രകാരം റിട്ടേൺ ഫയൽ ചെയ്യുന്ന കാരണം ഈ ഓപ്ഷൻ നോ ആണ്. ആർ യു എലിജിബിൾ ടു ക്ലെയിം എക്സംഷൻസ് ട്രാൻസ്പോർട്ട് അലവൻസും നോ ആണ്. ആൻഡ് ആർ യു എലിജിബിൾ ടു എക്സംഷൻ ഫ്രം സാലറി ഇൻകം അതും നോ ആണ്. പഴയ ടാക്സ് റെജീം പ്രകാരമാണ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ട് ഈ ഓപ്ഷൻസിൽ മാറ്റം വരുത്തുക. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാം. വെരിഫൈ യോർ ഇൻകം സോഴ്സ് ഡീറ്റെയിൽസ്. Please verify your income source details as collected from various sources and proceed. അപ്പോൾ നമ്മൾ കാണുന്നത് ഇൻകം ഫ്രോം സാലറിന്റെ പല സബ് ഹെഡിങ്സ് ആണ്. ഗ്രോസ് സാലറി, എക്സംപ്റ്റ് അലവൻസസ്, നെറ്റ് സാലറി ഓട്ടോമാറ്റിക്കലി സിസ്റ്റം കാൽക്കുലേറ്റ് ചെയ്യും. ഈ 00 എന്ന് കാണുന്നതൊക്കെ നമ്മൾ ഫില്ല് ചെയ്യേണ്ടതാണ്. ഈ റുപ്പി സിമ്പിൾ കാണുന്നതൊക്കെ ഓട്ടോമാറ്റിക് കാൽക്കുലേഷൻ നടക്കുന്ന ഫീൽഡ്സ് ആണ്. നമ്മൾ ഫില്ല് ചെയ്യേണ്ട ഫീൽഡ്സ് ഗ്രോസ് സാലറി,
exempt allowances, deductions under section 16 എന്നുള്ളതാണ്. അത് ആപ്ലിക്കബിൾ ആണെങ്കിൽ മാത്രമേ ഫില്ല് ചെയ്യേണ്ടതുള്ളൂ, അല്ലെങ്കിൽ ബ്ലാങ്ക് വിടാം. ഹെൽപ്പ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ നീഡ് ഹെൽപ്പിന്റെ മേലെ ക്ലിക്ക് ചെയ്യാം. നമുക്ക് ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യാൻ എഡിറ്റിന്റെ മേലെ ക്ലിക്ക് ചെയ്യാം. ആദ്യം ഗ്രോസ് സാലറി 1A + 1B + 1C, ഇതൊരു ഓട്ടോമാറ്റിക്കലി കാൽക്കുലേറ്റഡ് കോളാണ്. ഗ്രേ ബാക്ക്ഗ്രൗണ്ട് ഉള്ള കോളം ഓട്ടോമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നതാണ്. സോ നമുക്ക് ഇവിടെയൊന്നും എൻ്റർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ സാലറി ആസ് പെർ സെക്ഷൻ 17(1) ഇവിടെ നമ്മുടെ ടോട്ടൽ സാലറി അല്ലെങ്കിൽ പെൻഷൻ പുതിയ ടാക്സ് റെഷീം പ്രകാരം ആണ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഫോം 16 ഉള്ള ടോട്ടൽ സാലറി ഇവിടെ കാണിക്കണം. പഴയ ടാക്സ് റെഷീം പ്രകാരമാണ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതെങ്കിൽ ടോട്ടൽ സാലറിയിൽ നിന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ മാക്സിമം 50,000 റുപ്യ അത് കുറച്ചിട്ടുള്ള എമൗണ്ട് ആണ് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത്. ഈ കേസിൽ ഞാൻ ഫുൾ പെൻഷൻ എമൗണ്ട് ടൈപ്പ് ചെയ്യുന്നു. വാല്യൂ ഓഫ് പെർക്ക് വിസിറ്റ്സ് ഒന്നുമില്ല, സോ അത് ബ്ലാങ്ക് വിടാം. പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി ആസ് പെർ സെക്ഷൻ 17(3) അതും ഒന്നും അവൈലബിൾ അല്ല, സോ അതും ബ്ലാങ്ക് വിടാം. നേച്ചർ ഓഫ് എക്സംപ്റ്റ് അലവൻസസ് പുതിയ ടാക്സ് റെജീം പ്രകാരം അതൊന്നും അവൈലബിൾ അല്ല. അതുപോലെ തന്നെ ഡിഡക്ഷൻസ് ഒന്നും ബാധകമല്ല, സോ ഈ പറയുന്ന ഡിഡക്ഷൻസ് ഒന്നും ഫില്ല് ചെയ്യാനില്ല. സേവ് ബട്ടന്റെ മേലെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഗ്രോസ് സാലറി ഓട്ടോമാറ്റിക്കലി സിസ്റ്റം കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇൻകം ചാർജബിൾ അണ്ടർ ദ ഹെഡ് സാലറീസും സിസ്റ്റം ഓട്ടോമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആഡോ എഡിറ്റ് ഡീറ്റെയിൽസ് കൊടുത്താൽ ഇവിടെ കാണിക്കാൻ സാധിക്കും. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഈ കേസിൽ ഇനി അടുത്തതായി എൻറ്റർ ചെയ്യേണ്ടത് ഇൻകം ഫ്രം അതർ സോഴ്സസ് ആണ്. ബാങ്ക് ഡിപ്പോസിറ്റ് ഇൻട്രസ്റ്റ് അതിലാണ് പെടുക. ആഡ് ഡീറ്റെയിൽസിന്റെ മേലെ ക്ലിക്ക് ചെയ്യാം. ഡു യു ഹാവ് ഇൻട്രസ്റ്റ് ഇൻകം ഫ്രം സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്സ് ഇൻ ഇന്ത്യ? ഈ കേസിൽ ഇൻകം ടാക്സിന്റെ പരിധിയിൽ പെടാത്തൊരു ഇൻട്രസ്റ്റ് ഇൻകം ആയ കാരണം ഞാൻ നോ സിലക്ട് ചെയ്തിട്ടുണ്ട്. ഡു യു ഹാവ് ഇൻട്രസ്റ്റ് ഫ്രോം ഡിപ്പോസിറ്റ്സ് ഇൻ ബാങ്ക്, പോസ്റ്റ് ഓഫീസ്, കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ഇന്ത്യ, ഓർ ഡു യു ഹാവ് റിസീവ്ഡ് ഇൻകം ആസ് ആൻ എൻഹാൻസ് കോമ്പൻസേഷൻ? നമുക്ക് ഇൻട്രസ്റ്റ് ഫ്രോം ബാങ്ക് ഡിപ്പോസിറ്റ്സ് ഉണ്ട്, സോ ഈ കേസിൽ യെസ് സെലക്ട് ചെയ്യാം. ഇനി ഡു യു ഹാവ് ഇൻകം ഫ്രോം ഫാമിലി പെൻഷൻ, അത് ആപ്ലിക്കബിൾ ആണെങ്കിൽ യെസ് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ നോ സെലക്ട് ചെയ്യുക. ഇൻട്രസ്റ്റ് ഫ്രോം ഇൻകം ടാക്സ് റീഫണ്ട് ഉണ്ടെങ്കിൽ അത് ആപ്ലിക്കബിൾ ചെയ്യുക. എനി അതർ നോ. ഡു യു ഹാവ് ഡിവിഡൻഡ് ഇൻകം ഉണ്ടെങ്കിൽ യെസ് ക്ലിക്ക് ചെയ്യുക, ഒന്നുമില്ലെങ്കിൽ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ഡേറ്റ എൻറ്റർ ചെയ്യേണ്ടത് ഇൻകം ഫ്രം അതർ സോഴ്സസിന്റെ ചുവടെയാണ്. അതിൽ ഇൻകം ഫ്രം ബാങ്ക്, പോസ്റ്റ് ഓഫീസ്, കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഈ ബോക്സ് ക്ലിക്ക് ചെയ്യുക. എഡിറ്റ് ഓപ്ഷൻ തെളിഞ്ഞു വരും, അത് ക്ലിക്ക് ചെയ്യുക. ഇൻട്രസ്റ്റ് ഇൻകം ഫ്രം ബാങ്ക്, പോസ്റ്റ് ഓഫീസ്, കോഓപ്പറേറ്റീവ് സൊസൈറ്റി, നിങ്ങളുടെ ബാങ്കിൽ നിന്നോ പോസ്റ്റ് ഓഫീസിൽ നിന്നോ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്നോ ഡിപ്പോസിറ്റ്സിൽ നിന്ന് കിട്ടിയ ഇൻട്രസ്റ്റും അതിൽ നിന്ന് പിടിച്ച ടാക്സും അടങ്ങിയ ഒരു ഇൻട്രസ്റ്റ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടാവും. അതിലുള്ള ടോട്ടൽ ഇൻട്രസ്റ്റ് ഇവിടെ എൻറ്റർ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇൻകം ചാർജബിൾ അണ്ടർ അതർ സോഴ്സസ് സിസ്റ്റം ഓട്ടോമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. പുതിയ ഇൻകം എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് അനദർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എൻറ്റർ ചെയ്യാം. ഇപ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകം ഓട്ടോമാറ്റിക്കലി ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് സിസ്റ്റം. എക്സെംപ്റ്റ് ഇൻകം, ദിസ് ഇൻഫർമേഷൻ ഇസ് ഓൺലി ഫോർ റിപ്പോർട്ടിംഗ് പർപ്പസസ്. ഇഫ് യു ഹാവ് എനി എക്സെംപ്റ്റ് ഇൻകം പ്ലീസ് ആഡ് ഹിയർ. ഇനിയിപ്പോൾ കൺഫേമിന്റെ മേലെ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകം നമ്മൾ കൺഫേം ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത ഓപ്ഷൻ ടോട്ടൽ ഡിഡക്ഷൻസ് ആണ്. ടോട്ടൽ ഡിഡക്ഷൻസിന്റെ മേലെ ക്ലിക്ക് ചെയ്യാം. ആർ യു എലിജിബിൾ ടു ക്ലെയിം അണ്ടർ സെക്ഷൻ 80(c)(d)(2) കൺട്രിബ്യൂഷൻ ടു പെൻഷൻ സ്കീം ഓഫ് സെൻട്രൽ ഗവൺമെന്റ് ബൈ എംപ്ലോയർ? അത് ആപ്ലിക്കബിൾ ആണെങ്കിൽ യെസ് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ നോ ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. ഇനി അടുത്തത് വെരിഫൈ യുവർ ഡിഡക്ഷൻസ് ആണ്. ഞാൻ പുതിയ ടാക്സ് റെജീം സെലക്ട് ചെയ്ത കാരണം എല്ലാ ഡിഡക്ഷൻസും ഗ്രേഡ് ഔട്ട് ആണ്. വെറസ് നിങ്ങൾ പഴയ ടാക്സ് റെജീമാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ 80D ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം ഈ എഡിറ്റ് ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് ഇവിടെ ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം എൻറ്റർ ചെയ്യാൻ സാധിക്കും. സിമിലർലി സ്ക്രോൾ ഡൗൺ ചെയ്തിട്ട് ബാക്കി ഡിഡക്ഷൻസും എൻറ്റർ ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ എല്ലാ ഡിഡക്ഷൻസും എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ കൺഫേമിന്റെ മേലെ ക്ലിക്ക് ചെയ്യാം. ടോട്ടൽ ഡിഡക്ഷൻസും കൺഫേംഡായി കാണുന്നുണ്ട്. സോ ഇതുവരെ 3 സ്റ്റേജ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ടാക്സ് പെയ്ഡ് ഡീറ്റെയിൽസ് ആണ് നോക്കേണ്ടത്. വെരിഫൈ യുവർ ടാക്സസ് പെയ്ഡ് ഡീറ്റെയിൽസ്. Please verify details of taxes paid by you in the last financial year and proceed further. View your Form 26AS. Form 26ASനെ ബേസ് ചെയ്തിട്ടാണ് ഈ സെക്ഷനിലുള്ള ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാൻ പോകുന്നത്. ഫോം 26AS എന്താണെന്നും
അത് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നുമുള്ളതിനെ പറ്റി ഈ ചാനലിൽ ഒരു വീഡിയോ ഉണ്ട്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അത് കാണാം. അപ്പോൾ ഇതിൽ ഡീറ്റെയിൽസ് ഓഫ് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ഓൺ സാലറി ഇൻകം, നമ്മുടെ ഫോം 26AS എടുത്തു കഴിഞ്ഞാൽ സാലറി ഇൻകത്തുനിന്ന് എത്ര ടാക്സ് ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അറിയാൻ സാധിക്കും. ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ഫ്രോം ഇൻകം അതർ ദാൻ സാലറി, ബാങ്ക് ഡിപ്പോസിറ്റ് അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി, പോസ്റ്റ് ഓഫീസ് ഡിപ്പോസിറ്റ്സ് എന്ന് ടാക്സ് ഡിഡക്റ്റ് ചെയ്ത വിവരവും നമ്മുടെ 26AS ഉണ്ടാവും. അത് പ്രകാരമുള്ള ഡേറ്റ ഇവിടെ എൻ്റർ ചെയ്യാം. ഡീറ്റെയിൽസ് ഓഫ് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ആസ് പെർ ഫോം 16C ഫർണിഷ്ഡ് ബൈ us, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നോക്കാം. ഡീറ്റെയിൽസ് ഓഫ് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അഡ്വാൻസ് ടാക്സ്, സെൽഫ് അസസ്മെന്റ് ടാക്സ് പേയ്മെന്റ്സ്, ഓൺ കാൽക്കുലേഷൻ പ്രകാരം അഡ്വാൻസ് ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സെൽഫ് അസസ്മെന്റ് ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ അടച്ചിട്ടുള്ള ടാക്സിന്റെ ഡീറ്റെയിൽസ് 26AS ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളുടെ ചലാൻ നോക്കിയിട്ടും ഇവിടെ ഫില്ല് ചെയ്യാൻ സാധിക്കും. അപ്പൊ നമുക്ക് ഇത് ഓരോന്നും 1 by 1 എങ്ങനെയാണ് എൻറ്റർ ചെയ്യേണ്ടതെന്ന് നോക്കാം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന കേസിൽ സാലറി ഇൻകത്തുനിന്ന് TDS ഒന്നും പിടിച്ചിട്ടില്ല. സോ ആ ഓപ്ഷൻ ചൂസ് ചെയ്യുന്നില്ല. ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ഫ്രോം ഇൻകം അതർ ദാൻ സാലറി, ബാങ്ക് ഡിപ്പോസിറ്റ് ഇൻട്രസ്റ്റ് എന്ന് TDS പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഷോ ഡീറ്റെയിൽസിന്റെ മേലെ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡീറ്റെയിൽസ് ഓഫ് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ഫ്രോം ഇൻകം അതർ ദാൻ സാലറി, അതിൽ ടാൻ ഓഫ് ദ ഡിഡക്ടർ കാണുന്നുണ്ട്. 26AS നമുക്ക് ഈ നമ്പർ കാണാൻ സാധിക്കും. പക്ഷെ ഡിഡക്ടറുടെ പേരോ എത്ര എമൗണ്ട് ആണ് പിടിച്ചിട്ടുള്ളത് മറ്റു ഡീറ്റെയിൽസോ ഇതിൻ്റെ അകത്തില്ല. ഇത് നമ്മൾ എൻറ്റർ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത് എൻറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ എടുക്കാം. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഈ ബോക്സ് ക്ലിക്ക് ചെയ്യാം. ഇനി എഡിറ്റ് ക്ലിക്ക് ചെയ്യാം. ആദ്യത്തെ ഓപ്ഷന്റെ ചുവടെ നെയിം ഓഫ് ദ ഡിഡക്ടർ, ബാങ്കിന്റെ പേര് ടൈപ്പ് ചെയ്യാം. ഗ്രോസ് റെസീറ്റ് വിച്ച് ഇസ് സബ്ജക്ട് ടു ടാക്സ് ഡിഡക്ഷൻ, അത് 26AS ഈ ഡിഡക്ടറിന് എഗൻസ്റ്റ് ഉള്ള എമൗണ്ട് ആണ്. ആ ടോട്ടൽ ഇൻട്രസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്യാം. ഇയർ ഓഫ് ടാക്സ് ഡിഡക്ഷൻ 2020 ചൂസ് ചെയ്യുക ഡ്രോപ്പ് ഡൗൺ നിന്ന്. പിന്നെ ടാക്സ് ഡിഡക്റ്റഡ്, ആ 26AS ഉള്ള ടാക്സ് ഡിഡക്റ്റഡ് എമൗണ്ട് എത്രയാന്ന് പറഞ്ഞാൽ അത് ചൂസ് ചെയ്യുക. അടുത്തത് TDS ക്ലെയിം ദിസ് ഇയർ ആണ്. ഈ മേലെ കാണിച്ച എമൗണ്ട് തന്നെ ചുവടെ കാണിക്കുക, ബിക്കോസ് ഈ ഫുൾ എമൗണ്ട് നമ്മൾ ഈ കൊല്ലം ക്ലെയിം ചെയ്യുന്നുണ്ട്. ഇനി സേവ് ക്ലിക്ക് ചെയ്യാം. ഇൻകം അതർ ദാൻ സാലറിയിൽ ഒരു ടാക്സ് ഡിഡക്ടറുടെ ഡീറ്റെയിൽസ് മാത്രമേ ഫില്ല് ചെയ്തിട്ടുള്ളൂ. ഇനി അടുത്തതും കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ ഓരോ പ്രാവശ്യവും ഈ ഷോ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യണം. രണ്ടാമത്തെ ടാൻ ഡിഡക്ടറുടെ ഡീറ്റെയിൽസ് കൊടുക്കുക. ഇടതുഭാഗത്തുള്ള ബോക്സ് ക്ലിക്ക് ചെയ്യാം. എഡിറ്റ്, ടാൻ ഡിഡക്ടറുടെ പേര് 26AS പേര് അങ്ങനെ തന്നെ ടൈപ്പ് ചെയ്യാം. ഫോം 26AS ഈ ഡിഡക്ടറുടെ അഗൻസ്റ്റ് കാണിച്ചിട്ടുള്ള റെസീറ്റ് ടൈപ്പ് ചെയ്യാം. ഇയർ 2020 ആണ്. 26AS ഈ ഡിഡക്ടറുടെ അഗൻസ്റ്റ് ഉള്ള ടോട്ടൽ ടാക്സ് ഡിഡക്ഷനോടെ എൻറ്റർ ചെയ്യുക. TDS ക്ലെയിം ദിസ് ഇയർ അതേ എമൗണ്ട് തന്നെ എൻറ്റർ ചെയ്യുക. സേവ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ടോട്ടൽ TDS നമ്മൾ എൻറ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ പറയുന്ന കേസിൽ വേറെ ടാക്സ് ഡിഡക്ഷൻസ് അറ്റ് സോഴ്സ് ഒന്നും ഇല്ല. കുറച്ച് ടാക്സ് പേയ്മെന്റ്സ് സെൽഫ് അസസ്മെന്റ് ടാക്സ് പേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഷോ ഡീറ്റെയിൽസിന് മേലെ ക്ലിക്ക് ചെയ്യുക. ഡു യു വോണ്ട് ടു ആഡ് മോർ ടാക്സസ്, എത്ര പ്രാവശ്യം ടാക്സ് കൊടുത്തിട്ടുണ്ടോ അത്രയും പ്രാവശ്യം നമ്മൾ ഈ ആഡ് അനദർ ക്ലിക്ക് ചെയ്തിട്ട് ചലാൻ ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്യണം. ആഡ് അനദറിന്റെ മേലെ ക്ലിക്ക് ചെയ്യാം. ആഡ് അഡ്വാൻസ് ടാക്സ് ആൻഡ് സെൽഫ് അസസ്മെന്റ് ടാക്സ്, ഫോം 26AS ലാസ്റ്റ് പോർഷനിൽ നമ്മൾ അടച്ച ടാക്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അവൈലബിൾ ആണ്. PSR കോഡും സീരിയൽ നമ്പർ ഓഫ് ചലാനും ഡേറ്റ് ഓഫ് ഡിപ്പോസിറ്റും ടാക്സ് പെയ്ഡ് എമൗണ്ടും അതിൽ നിന്ന് തന്നെ കിട്ടും. സോ ആ ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്യാം. നമ്മൾ ഈ ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, മിസ്റ്റേക്ക് വന്നാൽ അൺഅക്കൗണ്ടഡ് ആയി പോവും. ഡേറ്റ് പിക്കർ എന്ന് ഡേറ്റ് ചൂസ് ചെയ്യുക. ഈ ഡേറ്റ് പിക്കർ റൈറ്റ് സൈഡിൽ കാണുന്നതാണ്. അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഡേറ്റ് ചൂസ് ചെയ്യാം. ടാക്സ് പെയ്ഡ് എമൗണ്ട് 26AS ആ ചലാൻ അഗൻസ്റ്റ് ഉള്ള എമൗണ്ട് എൻറ്റർ ചെയ്യുക. ആഡിന്റെ മേലെ ക്ലിക്ക് ചെയ്യുക. ഈ കേസിൽ 2 പ്രാവശ്യം ടാക്സ് അടച്ചിട്ടുണ്ട്, സെൽഫ് അസസ്മെന്റ് ടാക്സ്. അപ്പോൾ ഒരു പ്രാവശ്യം കൂടി ഷോ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്തിട്ട് ആഡ് അനദർ കൊടുക്കുക. പഴയ പോലെ തന്നെ ഡീറ്റെയിൽസ് എല്ലാം എൻറ്റർ ചെയ്യാം. ഇനിയിപ്പോൾ ആഡ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടാക്സസ് പെയ്ഡിന്റെ ഡീറ്റെയിൽസ് എല്ലാം കംപ്ലീറ്റ് ആയി. നിങ്ങൾക്ക് അത് മുഴുവൻ ഇവിടെ കാണാം. ഇനിയിപ്പോൾ കൺഫേം ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ടാക്സസ് പെയ്ഡ് കൺഫേംഡ് എന്ന് കാണാം. നമ്മൾ ഡീറ്റെയിൽസ് കൺഫേം ചെയ്ത് കഴിഞ്ഞു. ഓരോ സ്റ്റേജിലും നമ്മുടെ കാൽക്കുലേഷൻസ് ആയിട്ട് ഇത് ടാലി ആകുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഇനിയിപ്പോൾ ടോട്ടൽ ടാക്സ് ലയബിലിറ്റി, വെരിഫൈ യുവർ ടാക്സ് ലയബിലിറ്റി ഡീറ്റെയിൽസ്. നമ്മൾ മുന്നേ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതനുസരിച്ചിട്ട് എല്ലാ ഡീറ്റെയിൽസും ടാലി ആകുന്നുണ്ടെന്ന് നോക്കിയിട്ട് കൺഫേം ചെയ്യുക.
അടുത്ത സ്റ്റേജ് വാലിഡേറ്റ് യോർ പ്രീ ഫിൽഡ് റിട്ടേൺ ആണ്. ടാക്സ് ലയബിലിറ്റിയും കൺഫേം ആയി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ എല്ലാ സ്റ്റേജസും കഴിഞ്ഞു. ഇനി പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ യു ആർ എലിജിബിൾ ഫോർ എ റീഫണ്ട് ഓഫ് amount ഇവിടെ കാണിക്കുന്നുണ്ട്. കാൽക്കുലേഷൻ ഓഫ് യുവർ ടോട്ടൽ ടാക്സബിൾ ഇൻകം ഇവിടെ കാണാൻ സാധിക്കും. ഇതിൽ പ്രീവ്യൂ റിട്ടേൺ കൊടുത്താൽ റിട്ടേൺ ഡീറ്റെയിൽസ് കാണാം. ഇനി പ്രീവ്യൂ ആൻഡ് സബ്മിറ്റ് യുവർ റിട്ടേൺ, ഇതിൽ സ്ഥലം കൊടുക്കാം. നമ്മുടെ പേര്, സൺ ഓർ ഡോട്ടർ ഓഫ് ഫാദറിന്റെ പേര്, പിന്നെ ഇൻ മൈ കപ്പാസിറ്റി ആസ് സെൽഫ്, ലെഫ്റ്റിലെ ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. പ്രൊസീഡ് ടു പ്രിവ്യൂവിന്റെ മേലെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫയൽ ചെയ്ത ഇൻകം ടാക്സ് റിട്ടേണിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും. എല്ലാ ഡീറ്റെയിൽസും നോക്കിയിട്ട് ശരിയാന്ന് ഉറപ്പ് വരുത്തിക്കൊള്ളുക. ഇനി പ്രൊസീഡ് ടു വാലിഡേഷൻ കൊടുക്കാം. അപ്പോൾ വാലിഡേഷൻ സക്സസ്ഫുൾ, നോ എറേഴ്സ് വെ ഫൗണ്ട്. നമ്മൾ എൻ്റർ ചെയ്ത ഡേറ്റ എല്ലാം ശരിയാണ്. പ്രൊസീഡ് ടു വെറിഫിക്കേഷൻ, കംപ്ലീറ്റ് യുവർ വെറിഫിക്കേഷൻ. വെറിഫിക്കേഷൻ ചെയ്യാനായിട്ട് 3 മാർഗങ്ങളുണ്ട്. ഇ വെരിഫൈ നൗ, ഇൻസ്റ്റന്റ് ഇ വെരിഫിക്കേഷൻ വയ ആധാർ, OTP, പ്രീ-വാലിഡേറ്റഡ് ബാങ്ക് അക്കൗണ്ട്, പ്രീ-വാലിഡേറ്റഡ് ഡിമാറ്റ് അക്കൗണ്ട്. ഈ 3 രീതിയിലും ഇ വെരിഫൈ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് ആധാർ ഉപയോഗിച്ചിട്ടുള്ള ഇ വെരിഫിക്കേഷൻ ആണ്. പിന്നെ ഇ വെരിഫൈ ലേറ്റർ, യു ക്യാൻ സബ്മിറ്റ് ദ റിട്ടേൺ നൗ ആൻഡ് ഇ വെരിഫൈ ലേറ്റർ വിത്തിൻ 120 days ഓഫ് സബ്മിഷൻ. നമ്മൾ ആധാർ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഏത് ഫോൺ നമ്പറാണോ കൊടുത്തത് ആ ഫോൺ നമ്പറിലാണ് OTP വരിക. നമ്മളിപ്പോൾ ഇ വെരിഫൈ ചെയ്യുന്നില്ലെങ്കിൽ വിത്തിൻ 120 days, 4 മാസത്തിൻ്റെ ഉള്ളിൽ ഈ വെരിഫൈ ചെയ്യാം. വെരിഫൈ വയ ITR 5. നമ്മളിപ്പോൾ റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു അക്നോളജ്മെന്റ് നമുക്ക് കിട്ടും. അത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് 120 ദിവസത്തിൻ്റെ ഉള്ളിൽ പോസ്റ്റിൽ അയച്ചു കൊടുത്തിട്ട് അങ്ങനെയും വെരിഫൈ ചെയ്യാം. നമുക്ക് ഏറ്റവും എളുപ്പം ഈ വെരിഫൈ നൗ യൂസിങ് ആധാർ ആയിരിക്കും. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആധാർ ഉപയോഗിച്ചിട്ട് ഈ വെരിഫൈ ചെയ്യുമ്പോൾ ആധാർ കാർഡ് രജിസ്റ്റർ ചെയ്യാൻ നമ്മൾ ഉപയോഗിച്ച ആ ഫോണിലായിരിക്കും OTP വരിക. ആ ഫോൺ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് വഴിയോ ഡിമാറ്റ് അക്കൗണ്ട് വഴിയോ ചെയ്യാം. ഞാനിപ്പോൾ ആധാർ ഉപയോഗിച്ചിട്ടുള്ള രീതിയാണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. ഈ വെരിഫൈ നൗവിൻ്റെ മേലെ ക്ലിക്ക് ചെയ്യുക, കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ പാൻ നമ്പർ കാണാം. ഏത് ഫോമാണ് ഫയൽ ചെയ്തത് ആ ഫോമിൻ്റെ ഡീറ്റെയിൽ കാണാം. അസസ്മെന്റ് ഇയർ കാണാം. ആൻഡ് ഹൗ വുഡ് യു വോണ്ട് ടു ഇ വെരിഫൈ? I would like to e-verify using OTP on mobile number registered with Aadhaar, or I would like to verify using digital signature through net banking, through bank account, through DMAT account. I already have an EVC, electronic verification code. എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുക, അതിൻ്റെ പ്രൊസീജിയർ ഈ ബോക്സിൽ കാണാം. ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്നത് ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈലിൽ OTP ജനറേറ്റ് ചെയ്യലാണ്. സോ ആദ്യത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു, കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാം. ഒരു പോപ്പപ്പ് വിൻഡോ വരുന്നുണ്ട്. അതിൽ 1 time പാസ്വേഡ് വിൽ ബി സെൻഡ് വയ ടെക്സ്റ്റ് മെസ്സേജ് ടു ദ നമ്പർ രജിസ്റ്റർഡ് വിത്ത് ആധാർ. ഐ അഗ്രി ടു വാലിഡേറ്റ് മൈ ആധാർ ഡീറ്റെയിൽസ്. ഈ ബോക്സ് ക്ലിക്ക് ചെയ്യാം. ജനറേറ്റ് ആധാർ OTP. ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യപ്പെട്ട മൊബൈൽ നമ്പറിൽ നിങ്ങൾക്ക് OTP വരുന്നുണ്ടാവും. ആ OTP ഇവിടെ ടൈപ്പ് ചെയ്യാം. OTP കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് റീസെൻഡ് OTP ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. വീണ്ടും OTP ജനറേറ്റ് ചെയ്യുന്നതാണ്. ഇനിയിപ്പോൾ വാലിഡേറ്റ് ക്ലിക്ക് ചെയ്യുക. കൺഫേം സബ്മിഷൻ ഓഫ് റിട്ടേൺ. പ്ലീസ് നോ ദാറ്റ് വൺസ് യു സബ്മിറ്റ് ദ റിട്ടേൺ യു ക്യാൻ നോ ലോങ്കർ മോഡിഫൈ ദ ഡീറ്റെയിൽസ്. ഈ സ്റ്റേജിൽ 100% ഉറപ്പുണ്ടെങ്കിൽ സബ്മിറ്റിന്റെ മേലെ ക്ലിക്ക് ചെയ്യുക. യു ഹാവ് സക്സസ്ഫുള്ളി ഫൈൽഡ് ആൻഡ് വെരിഫൈഡ് യുവർ റിട്ടേൺ മെസ്സേജ് കാണാം. വി വിൽ നോട്ടിഫൈ യു ഓൺ. നമ്മുടെ മൊബൈൽ നമ്പറിലും ഇമെയിൽ അഡ്രസ്സിലും നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ഡൗൺലോഡ് ഫോം ക്ലിക്ക് ചെയ്താൽ അക്നോളജ്മെന്റ് ഡൗൺലോഡ് ആക്കാം. ഗോ ടു ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ ഫയൽ ചെയ്ത റിട്ടേണിന്റെ ഡീറ്റെയിൽസ് കാണാം. നമ്മുടെ പേരും അഡ്രസ്സും കോൺടാക്ട് ഡീറ്റെയിൽസും ഫൈൽഡ് സക്സസ്ഫുള്ളി. വി വിൽ പ്രോസസ് യുവർ ഫയലിംഗ് ആൻഡ് മേക്ക് ഷുവർ ഇറ്റ് ഈസ് കംപ്ലീറ്റഡ് അറ്റ് ദ ഏർലിയസ്റ്റ്. പ്ലീസ് ഫൈൻഡ് ദ റിട്ടേൺ പ്രോസസിംഗ് സ്റ്റേറ്റസ് ബിലോ. ഇപ്പോൾ സ്റ്റേറ്റസ് റിട്ടേൺ ഫയൽഡ് ഓൺ ഏത് ഡേറ്റ് ആണ്. വെരിഫിക്കേഷനും പ്രോസസ്സിങ്ങും കംപ്ലീഷനും കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഓപ്ഷൻസിലെല്ലാം ഗ്രീൻ ടിക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഫയൽ ചെയ്ത് റിട്ടേൺ ഫോംസ് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഈ ഫയലിൻ്റെ മേലെ ക്ലിക്ക് ചെയ്യുക. അതിൽ ഇൻകം ടാക്സ് റിട്ടേൺ ചൂസ് ചെയ്യുക. വ്യൂ ഫയൽ റിട്ടേൺസ് ചൂസ് ചെയ്യുക. ഇതുവരെ ഫയൽ ചെയ്ത എല്ലാ റിട്ടേണിൻ്റെയും ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റും. ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ഫയൽ ചെയ്ത റിട്ടേൺ ആണ് ആദ്യം നമ്മൾ കാണുക. ഫോം ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഡൗൺലോഡ് റിസീറ്റ് വേണമെങ്കിൽ ചെയ്യാം.
എക്സലിൽ എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം, JSON ഫയൽ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം. സോ നമ്മുടെ ഈ ഫയലിംഗ് സക്സസ്ഫുൾ ആയി. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനലിലെ മറ്റു വീഡിയോസ് എല്ലാം കാണുക. അവയൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഈ ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്താൽ ഫ്യൂച്ചറിൽ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസിനെ പറ്റിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞങ്ങൾക്ക് വളരെ വിലപ്പെട്ടതാണ്. സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. താങ്ക് യു വെരി മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഡേ.